ഹായ് എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്സ് ടോപ്പിക്കായ അഡീഷൻ എന്ന ഭാഗമാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ എല്ലാ മക്കൾക്കും ഇന്നത്തെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കുന്നത് അഡീഷൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ്, അല്ലെ വാട്ട് ഈസ് അഡീഷൻ എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറുമായിട്ടും ഒരു 2 ഡിജിറ്റ് നമ്പറിനെ അനദർ 2 ഡിജിറ്റ് നമ്പറുമായിട്ടും നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതുമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. സോ നമുക്ക് ഡെഫിനിഷനിലേക്ക് പോകാം. സോ വാട്ട് ഈസ് ആൻ അഡീഷൻ? അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. അഡീഷൻ ഈസ് ആൻ അരിത്മെറ്റിക് ഓപ്പറേഷൻ ദാറ്റ് കമ്പൈൻസ് 2 or more numbers to find their sum or total. എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷൻ എന്ന് പറയുന്നത് അരിത്മെറ്റിക് ഓപ്പറേഷൻ ആണ്. ദാറ്റ് കമ്പൈൻസ് 2 or more numbers, രണ്ടോ അതിൽ കൂടുതലോ നമ്പേഴ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മൾ ചേർത്ത് വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ദെയർ സം ഓർ ടോട്ടൽ, അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ടോ അതിൽ കൂടുതലോ നമ്പേഴ്സിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പറയാം, അഡീഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ മീൻസ് ആഡ് ടുഗദർ, അല്ലെങ്കിൽ ചേർത്ത് വെക്കുകയാണ്, കൂട്ടി ചേർത്ത് വെക്കുകയാണ് നമ്മൾ അഡീഷൻ എന്ന് പറയുന്ന ആ ഒരു അരിത്മെറ്റിക് ഓപ്പറേഷനിലൂടെ ചെയ്യുന്നത്. ഇനി നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേഷനായ അഡീഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഏത് സൈനാണ് യൂസ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സൈനിൻ്റെ പേര് പ്ലസ് സൈനാണ്. നമുക്ക് എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പ്ലസ് സൈനാണ് നമ്മൾ അഡീഷന് യൂസ് ചെയ്യുന്നത്. PLUS എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ദ പ്ലസ് സൈൻ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് അഡീഷൻ. അഡീഷൻ നമുക്ക് പ്ലസ് സൈൻ കണ്ടു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യന് നമുക്ക് പ്ലസ് സൈൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനാണ്, ആഡ് ചെയ്യാനാണ് അല്ലെങ്കിൽ അഡീഷൻ ആണ് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ തന്നെ നമ്മൾ 2 നമ്പറിനെ ആഡ് ചെയ്ത് കിട്ടുന്ന ആൻസർ, അതിനെ നമ്മൾ എന്താണ് പറയുക? സം എന്നാണ് പറയുക. എന്ത് പറയും? സം എന്നാണ് പറയുക. സോ അഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ വരുന്ന നമ്പേഴ്സിനെ നമ്മൾ ചേർത്ത് വയ്ക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ സം കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ പ്ലസ് സൈൻ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഡീഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സം എന്നാണ്. ഓക്കെ, സം എന്നാണ് അല്ലേ? അഡീഷനിലൂടെ നമുക്ക് കിട്ടുന്ന ആൻസറിന് നമ്മൾ പറയുന്നത് എന്താണ്? ആൻസർ എന്നല്ല പറയേണ്ടത്, സം എന്നാണ് പറയേണ്ടത്. സോ നമുക്കിവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ആദ്യത്തെ നോക്കൂ. അഡീഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പർ വിത്ത് എ സിംഗിൾ ആൻഡ് 2 ഡിജിറ്റ് നമ്പർ വിത്തൗട്ട് ക്യാരി ഓവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരി ഓവർ എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചു വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അഡീഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പർ, ഇവിടെ നോക്കൂ, ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന നമ്പേഴ്സ് 2 ഡിജിറ്റ് ആണോ 3 ഡിജിറ്റ് ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഒരു സിംഗിൾ ഡിജിറ്റ് ആണോ 2 ഡിജിറ്റ് ആണോ എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ നമ്മൾ ക്യാരി ഓവർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ സാധാരണ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ 5 + 5, 2 5 ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 10 ആണ്. അപ്പോൾ 10 ആകുമ്പോൾ അതിൻ്റെ വൺസ് പ്ലേസിലുള്ള 0 നമ്മൾ അതിൻ്റെ ആൻസറിൻ്റെ പോർഷനിൽ എഴുതിയിട്ട് വരുന്ന ബാലൻസ് പോർഷൻ, അതായത് ക്യാരി ഓവർ ആയ 1 നമ്മൾ നെക്സ്റ്റ് പ്ലേസിൽ എഴുതും. അതിനാണ് നമ്മൾ ക്യാരി ഓവർ എന്ന് പറയുന്നത്. നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഇത് ക്യാരി ഓവർ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു അഡീഷനാണ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കുവാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എത്രയാണ്? 36 + 3 അല്ലേ? 36ഉം 3യും കൂടാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാം, മുകളിൽ തന്നിരിക്കുന്നത് ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. 36 എന്ന് പറയുന്നത് എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പറാണ്. പക്ഷേ നോക്കൂ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്. 3 എന്ന് പറയുന്ന ഒരു നമ്പർ മാത്രമേ ഉള്ളൂ. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ വിത്ത് എ സിംഗിൾ ഡിജിറ്റ് നമ്പർ. ഒരു 2 അക്ക സംഖ്യ ഒറ്റക്ക സംഖ്യ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്ന രീതി. അപ്പോൾ നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ നമ്മൾ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ പ്ലേസ് വാല്യൂസ് നമ്മൾ എഴുതി ചേർക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലേസ് വാല്യൂസ് ഒക്കെ നമ്മൾ എഴുതാനായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 36 എന്ന് പറയുന്ന നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എഴുതിയാൽ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. അപ്പോൾ 6 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഏത് പ്ലേസിലാണ്? വൺസിൻ്റെ പ്ലേസിലും 3 എവിടാണ്? ടെൻസിൻ്റെ പ്ലേസിലുമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പ്ലേസ് വാല്യൂ പഠിച്ചാണ്. 1s, 10s, 100s, 1000s അങ്ങനെ എഴുതി പോകുന്നതാണ് പ്ലേസ് വാല്യൂസ്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും അഡീഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ 2 നമ്പേഴ്സിനെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ
നമ്മൾ ആദ്യം ഏത് ഭാഗത്തു നിന്നല്ലേ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് പല കുഞ്ഞുങ്ങൾക്ക് സംശയമാണ്. നമ്മൾ എപ്പോഴും നമ്മൾ വൺസ് പ്ലേസിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എവിടെയാണ്? വൺസ് പ്ലേസിൽ നിന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, അപ്പോൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണ് നമ്മൾ പോവേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, ഫസ്റ്റ് വൺസ് പ്ലേസിലുള്ള നമ്പേഴ്സ് എത്രയാണ്? 6ഉം ദെൻ 3യും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ എടുക്കേണ്ട നമ്പർ വൺസ് പ്ലേസിലാണ്. ഏതൊക്കെ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കൂ, 6ഉം 3യുമാണ്. അപ്പോൾ നമ്മൾ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കുഞ്ഞു മക്കളൊക്കെ ആകുമ്പോൾ നമുക്ക് ഫിംഗേഴ്സ് നമുക്ക് എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. കാരണം 10 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ഫിംഗേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഒരു കാലിൽ നിന്നൊക്കെ വിരൽ ചൂസ് ചെയ്യും. അപ്പോൾ അതിന് പകരം നമുക്കൊരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന നമ്പറിലെ ബിഗസ്റ്റ് നമ്പർ ഏതാണോ അതിനെ നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഓക്കെ, ബിഗസ്റ്റ് നമ്പറിനെ നമ്മൾ മൈൻഡിൽ സൂക്ഷിച്ചു വെക്കുക. അതിനുശേഷം വരുന്ന നമ്പറിനെ മാത്രം നമുക്ക് ഫിംഗേഴ്സിൽ കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നമ്മുടെ കാലുകളിൽ നിന്നൊക്കെ വിരൽ, അല്ലെങ്കിൽ നമ്മൾ ചില കുഞ്ഞുങ്ങൾ ലൈൻസ് ഒക്കെ വരച്ച് നോക്കി ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യാമെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബിഗസ്റ്റ് നമ്പറിനെ മൈൻഡിൽ വെക്കുക. എന്നിട്ട് ബാക്കി വരുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഫിംഗേഴ്സിൽ കൗണ്ട് ചെയ്യാം. നമുക്കിവിടെ നോക്കാം, തന്നിട്ടുള്ള നമ്പേഴ്സ് നോക്കൂ, 6ഉം 3യുമാണ്. 6, 3 എന്ന രണ്ട് നമ്പറിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഏതാണ് ബിഗസ്റ്റ് നമ്പർ. 6 ആണ് അല്ലേ? അപ്പോൾ 6നെ നമുക്ക് എവിടെ വെക്കാം? നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യാം. സോ നെക്സ്റ്റ് നമ്പർ എത്ര ആണ്? 3. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിംഗേഴ്സിലെ 1, 2, 3 എന്ന് 3 ഫിംഗേഴ്സ് എടുത്തു. 6 നമ്മൾ എവിടെയാണ് വെച്ചിരിക്കുന്നത്? മൈൻഡിൽ വെച്ചിട്ടുണ്ട് ഇല്ലേ? അപ്പം നമുക്കിത് എങ്ങനെ കൗണ്ട് ചെയ്യാം? അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഫസ്റ്റ് നമ്പറായ 6 നമ്മുടെ മൈൻഡിലാണ് അല്ലെ, നമ്മുടെ ബ്രെയിനിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചു. സോ നമ്മൾ ബാക്കി വരുന്ന 3 എന്ന് പറയുന്ന നമ്പേഴ്സിനെ നമ്മൾ ഫിംഗേഴ്സിലെടുത്തു. അപ്പോൾ ഇത് എങ്ങനെ കൗണ്ട് ചെയ്യും? ഈ മൈൻഡിലുള്ള നമ്പേഴ്സിനെ ഫസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യണം. ആഫ്റ്റർ 6 എന്ന് പറഞ്ഞാൽ എന്താ? മൈൻഡിലുള്ള 6 എന്ന് പറയുന്ന നമ്പർ കഴിഞ്ഞ് ആഫ്റ്റർ 6 എത്രയാണ്? 7, 8 and 9. കണ്ടോ? അപ്പം 6 കഴിഞ്ഞ് ബാക്കി 3 ഫിംഗേഴ്സ് ഉണ്ട്. ആഫ്റ്റർ 6, 7, 8 and 9. അപ്പം നമുക്കിവിടെ ഫസ്റ്റിലത്തെ വൺസിൻ്റെ പ്ലേസിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണ്? ആൻസർ എത്രയാണ്? അല്ലെങ്കിൽ സം എന്ന് പറയുന്നത് 9 ആണ്. മനസ്സിലായി കാണുമല്ലോ. സോ ടെൻസിൻ്റെ പ്ലേസിലേക്ക് നോക്കൂ. ടെൻസിൻ്റെ പ്ലേസിൽ ആദ്യം ഇവിടെ 3 ഉണ്ട്. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഒരു നമ്പേഴ്സും തന്നിട്ടില്ല. കാരണം നമ്മൾ സിംഗിൾ ഡിജിറ്റ് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, സോ അഡീഷൻ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കൂ 3 ആണ്. ഇവിടെ നമുക്ക് താഴെ വേറെ നമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എത്ര തന്നെ എഴുതി വെക്കാം? 3 എന്ന് തന്നെ എഴുതി വെക്കാം. സോ നമുക്ക് ഫസ്റ്റ് നമ്പറിൻ്റെ ആൻസർ എത്ര കിട്ടിയത്? 39 എന്ന് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഒന്നുകൂടെ പറയാം. നമ്മൾ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ തരുമ്പോൾ ബിഗസ്റ്റ് നമ്പറിനെ മൈൻഡിൽ വെച്ചതിന് ശേഷം സ്മോളസ്റ്റ് വൺ നമ്മളെപ്പോഴും ഫിംഗേഴ്സിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 36 + 3 എന്ന് പറയുന്ന അതിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? അഡീഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ സം എന്നേ പറയാവൂ. സോ സം ഈസ് 39 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അടുത്ത നമ്പർ നോക്കാം. 82 + 5 എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ജോലി എന്താണ്? നമ്മൾ അതിൻ്റെ പ്ലേസ് വാല്യൂ എഴുതി വെക്കണം. അപ്പോൾ 2 എന്ന് പറയുന്നതിൻ്റെ പ്ലേസ് വാല്യൂ 0, ദെൻ 8 എന്ന് പറയുന്നതിൻ്റെ പ്ലേസ് വാല്യൂ 10. ഓക്കെ, അപ്പം നമ്മൾ വൺസ് പ്ലേസിൽ നിന്ന് വേണം തുടങ്ങാൻ, നമ്മൾ ടെൻസ് പ്ലേസിൽ നിന്ന് തുടങ്ങരുത്. അപ്പം നമ്മൾ എപ്പോഴും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണം അഡീഷൻ ചെയ്തു പോകാനായിട്ട്. സോ നമുക്ക് വൺസ് പ്ലേസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെ? 2ഉം 5ഉം ആണ്. സോ ഇവിടെ ഏതാണ് വിച്ച് ഈസ് ദ ബിഗസ്റ്റ് നമ്പർ? ഇവിടുത്തെ 2, 5 എന്നീ രണ്ട് നമ്പറിൽ ദ ബിഗസ്റ്റ് നമ്പർ ഈസ് 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5നെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? മൈൻഡിൽ വെക്കണം. കാരണം നമുക്ക് അത്രയും ഫിംഗേഴ്സ് നമുക്ക് കുറച്ച് എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 5നെ എവിടെ വെച്ചു? മൈൻഡിൽ വെച്ചു. ബാക്കി വരുന്ന എത്രയാണ്? 2. അപ്പോൾ നമ്മൾ ഫിംഗേഴ്സിൽ എത്ര എണ്ണം എടുത്താൽ മതി? 2 എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ കൗണ്ട് ചെയ്യാം? ആഫ്റ്റർ 5 നമ്മുടെ മൈൻഡിലുണ്ടല്ലോ. സോ ആഫ്റ്റർ 5, 6, 7. കണ്ടോ? അപ്പം നമുക്ക് 5 + 2 എന്ന് പറയുന്നത് എത്ര ആൻസർ കിട്ടിയത്? 7. നമുക്ക് എളുപ്പമല്ലേ ചെയ്യാനായിട്ട്? 5നെ മൈൻഡിൽ വെക്കുക, 2 നമ്മൾ ഫിംഗേഴ്സിൽ എടുക്കുക, വിരലുകൾ എടുക്കുക. ആഫ്റ്റർ 5, 6, 7. അപ്പോൾ 7 കിട്ടി. ഇവിടെ നമ്മൾ ടെൻസിൻ്റെ പ്ലേസ് നമുക്ക് 8 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് എത്ര തന്നെ അവിടെ എഴുതി വെക്കാം? 8 നമുക്ക് അങ്ങനെ എഴുതി വെക്കാം. സോ ദ സം ഓഫ് 82 + 5 ഈസ് 87. 82ഉം 5ഉം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ സം എന്ന് പറയുന്നത് 87 ആണ്. സിമിലർലി നമുക്കിതേ അതേപോലെ തന്നെ ചെയ്യാം. 33 + 5 ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു 2 ഡിജിറ്റ് നമ്പറിനെ സിംഗിൾ ഡിജിറ്റ് നമ്പറുമായിട്ട് ആഡ് ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മുടെ സെയിം പ്രൊസീജിയർ നമ്മൾ ചെയ്യണം. നമ്മൾ പ്ലേസ് വാല്യൂ എഴുതി വെക്കാം. സോ ഇത് വൺസ് പ്ലേസ്, ദെൻ ടെൻസ് പ്ലേസ്. ഓക്കെ,
ഇവിടെ വൺസ് പ്ലേസിൽ നോക്കൂ 3യും 5ഉം ആണ്. സോ അഗെയിൻ നമുക്ക് ഏതാണ് വിച്ച് ഈസ് ദ ബിഗസ്റ്റ് നമ്പർ, 3 ആണോ 5 ആണോ ബിഗസ്റ്റ് നമ്പർ? നമുക്ക് ഈസി ആയിട്ട് പറയാം 5 ഈസ് ദ ബിഗസ്റ്റ് നമ്പർ. സോ കീപ് 5 ഇൻ അവർ മൈൻഡ്. 5നെ നമ്മൾ എവിടെ വെക്കണം? നമ്മുടെ മൈൻഡിൽ നമുക്ക് കീപ്പ് ചെയ്യാം. ബാക്കി വരുന്നത് 3 ആണ്. അപ്പം നമ്മൾ ഫിംഗറിൽ എത്ര ഫിംഗേഴ്സ് എടുക്കണം? 3 ഫിംഗേഴ്സ് എടുത്താൽ മതി. സോ ആഫ്റ്റർ 5 6 7 8, 5 കഴിഞ്ഞ് 6 7 8. സോ നമ്മൾ വൺസ് പ്ലേസ് നമുക്ക് ആഡ് ചെയ്തപ്പോൾ 8 കിട്ടി. സോ ടെൻസ് പ്ലേസിൽ 3 മാത്രമേ ഉള്ളൂ. സോ 3 നമ്മൾ അങ്ങനെ എഴുതി. സോ ദ സം ഓഫ് 33 പ്ലസ് 5 ഈസ് ഈക്വൽ ടു 38. ഓക്കെ, അപ്പോൾ സിംഗിൾ ഡിജിറ്റ് നമ്പറിന് ഒരു ടു ഡിജിറ്റ് നമ്പറിനെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പർ കൊണ്ട് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ എഗെയിൻ അനദർ ടു ഡിജിറ്റ് നമ്പറുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. നമുക്ക് താഴെ എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ കൊണ്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? പ്ലേസ് വാല്യൂ എഴുതി വെക്കാം. സോ വൺസ് ആൻഡ് ടെൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൺസ് പ്ലേസ് എടുക്കുക. ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് വൺസ് പ്ലേസ് ആണ്. സോ വൺസ് പ്ലേസിൽ ഇവിടെ ഉള്ളത് 9 and 0. ഇവിടെ നമുക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 0 മീൻസ് നത്തിങ്. 0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ എടുക്കണ്ട, ഫിംഗേഴ്സിലൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ 9 മാത്രമാണ്. 9ൻ്റെ കൂടെ 0 ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? 9ൻ്റെ കൂടെ ഒന്നും തന്നെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. സോ നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാം? 9 തന്നെ ഇവിടെ എഴുതി വെക്കാം. ഓക്കെ, 9. നെക്സ്റ്റ് നോക്കൂ, ടെൻസ് പ്ലേസ് നോക്കൂ. ടെൻസ് പ്ലേസിലെ ഏതൊക്കെ നമ്പറാണ്? 6 and 3. സോ വിച്ച് ഈസ് ദ ബിഗസ്റ്റ് നമ്പർ? ഏതാണ് ഇവിടെ വലിയ നമ്പർ? വലിയ നമ്പർ 6 ആയതുകൊണ്ട് കീപ് ദ നമ്പർ 6 ഇൻ അവർ മൈൻഡ്. 6നെ നമ്മൾ എവിടെ വെക്കുക? മൈൻഡിൽ സൂക്ഷിച്ച് വെക്കുക. സോ ബാലൻസ് വരുന്ന 3 എന്ന നമ്പർ നമ്മൾ എപ്പോഴും ഫിംഗേഴ്സിലെടുക്കുക. ഓക്കെ, 3 നമ്മൾ ഫിംഗേഴ്സിലെടുത്തു. സോ 6 നമ്മുടെ മൈൻഡിലുണ്ട്. ആഫ്റ്റർ 6 കഴിഞ്ഞ് 7 8 9. കണ്ടോ? 6 കഴിഞ്ഞ് 7 8 9. അപ്പോൾ 6 plus 3 എന്ന് പറയുന്നത് എത്രയാണ്? 9. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ സം എന്ന് പറയുന്നത് എത്രയാണ്? 99 ആണ്. ഇതപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഒരു 2 ഡിജിറ്റ് നമ്പറിനെ അനദർ 2 ഡിജിറ്റ് നമ്പറുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 51 plus 43. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ പ്ലേസ് വാല്യൂ എഴുതി. വൺസ് പ്ലേസ് ആൻഡ് ടെൻസ് പ്ലേസ്. നോക്കൂ, ഇവിടെ നമുക്ക് നോക്കാം വൺസ് പ്ലേസിലെ ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 1 and 3. വിച്ച് ഈസ് ദ ബിഗസ്റ്റ് നമ്പർ? 3 അല്ലേ? അപ്പോൾ 3 നമ്മൾ എന്ത് ചെയ്യണം? മൈൻഡിൽ സൂക്ഷിച്ചു വെക്കുക. 3 നമ്മൾ മൈൻഡിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നെ നമുക്ക് എത്ര ഫിംഗേഴ്സ് എടുത്താൽ മതി? ഓൺലി 1 ഫിംഗർ മാത്രം മതി. സോ ആഫ്റ്റർ 3 കഴിഞ്ഞ് നമ്മൾ 1 ഫിംഗർ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആഫ്റ്റർ 3 4. നമുക്കപ്പം വൺസ് പ്ലേസിൽ എത്ര ആൻസർ കിട്ടി മക്കളെ? 4 കിട്ടി. ഓക്കെ, സോ നമുക്ക് ടെൻസ് പ്ലേസ് എടുക്കാം. ടെൻസ് പ്ലേസിൽ നോക്കൂ 5 and 4 ആണുള്ളത്. നമുക്ക് 5ഉം 4ഉം വലിയ ഡിഫറൻസ് ഇല്ല. എങ്കിൽ പോലും നമ്മൾ വലിയ നമ്പർ തന്നെ നോക്കി നമുക്ക് മൈൻഡിൽ വയ്ക്കാം. സോ 5 ഈസ് ദ ബിഗസ്റ്റ് നമ്പർ. സോ കീപ് 5 ഇൻ അവർ മൈൻഡ്. ഓക്കെ, 5നെ നമ്മൾ എവിടെ വെച്ചു? മൈൻഡിൽ വെച്ചു. സോ ഹൗ മെനി ഫിംഗേഴ്സ് യു വാണ്ട് ടു ടേക്ക്? എത്ര ഫിംഗേഴ്സ് എടുക്കണം? 4 ഫിംഗേഴ്സ് നമുക്ക് എടുക്കണം. അപ്പം മൈൻഡിൽ എത്രയുണ്ട്? 5 ഉണ്ട്. സോ ആഫ്റ്റർ 5 6 7 8 9. കണ്ടോ? 5ൻ്റെ കൂടെ 4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 9 ആണ്. സോ ദ സം ഈസ് 94. ഓക്കെ അല്ലേ? സിമിലർലി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രയാണ്? 43 plus 22. നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ട? ഫസ്റ്റ് വൺസ് പ്ലേസ് എഴുതുക, ദെൻ ടെൻസ് പ്ലേസ് എഴുതുക. പ്ലേസ് വാല്യൂ എഴുതാമെങ്കിൽ നമുക്ക് ഈസിയാണ്. നമ്മളെപ്പോഴും വൺസ് പ്ലേസിൽ നിന്ന് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ അഡീഷൻ്റെ കേസിൽ. ഓക്കെ, സോ വൺസ് പ്ലേസ് നോക്കാം. 3 and 2 ആണ്. ബിഗസ്റ്റ് നമ്പർ 3 ആണ്. 3 നമുക്ക് മൈൻഡിൽ കീപ്പ് ചെയ്യാം. പിന്നെ നമ്മൾ ഫിംഗേഴ്സിൽ എത്ര എടുക്കണം? 2 ഫിംഗേഴ്സ് എടുത്താൽ മതി. സോ ആഫ്റ്റർ 3 4 and 5. അപ്പോൾ 3യും 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5 ആണ്. സോ ടെൻസ് പ്ലേസിലേക്ക് വരാം. 4 and 2 ആണ്. വിച്ച് ഈസ് ദ ബിഗസ്റ്റ് നമ്പർ? 4 or 2? 4 ഈസ് ദ ബിഗസ്റ്റ് നമ്പർ. സോ കീപ് 4 ഇൻ അവർ മൈൻഡ്. മൈൻഡിൽ നമ്മൾ ഏത് നമ്പർ വെക്കണം? 4 വെക്കുക. പിന്നെ നമുക്ക് എത്ര ഫിംഗേഴ്സ് എടുത്താൽ മതി? ഓൺലി 2 ഫിംഗേഴ്സ്. സോ മൈൻഡിൽ എത്ര ഉണ്ട്? 4 ഉണ്ട്. ആഫ്റ്റർ 4 കഴിഞ്ഞ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം അല്ലേ? ആഫ്റ്റർ 4 അല്ലെങ്കിൽ നമ്മൾ 4 മൈൻഡിൽ വെച്ചിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ ഫിംഗേഴ്സിൽ നമ്മൾ 4 എന്ന് പറഞ്ഞ് തുടങ്ങും. അങ്ങനെ ചെയ്യരുത്. ആഫ്റ്റർ 4 എന്ന് തന്നെ പറയണം. 4 കഴിഞ്ഞ് അല്ലേ? ആഫ്റ്റർ 4 5 and 6 അല്ലേ? ആഫ്റ്റർ 4 5 and 6. അപ്പോൾ 4 plus 2 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. സോ ദ സം ഈസ് 65.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വൺസ് പ്ലേസിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ബിഗസ്റ്റ് നമ്പറിലെ നമ്മൾ മൈൻഡിൽ വെക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു ഒരു 5ഉം അനദർ 5ഉം കൂടെ ആണെങ്കിൽ 2 5 നമ്മൾ ആഡ് ചെയ്യണം എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു കയ്യിൽ 5 എടുക്കും, ഒരു കയ്യിൽ 5, അപ്പോൾ 10 ആയി. ഇനിയിപ്പോൾ ഒരു 6ഉം കൂടെ ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഒരു കയ്യിൽ 6 തന്നെ ഇത്രയും ഫിംഗേഴ്സ് വരും, ബാക്കി അനദർ 6 നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കാലിൽ വിരലൊക്കെ നമ്മൾ എടുക്കേണ്ടി വരും. അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ ബിഗസ്റ്റ് നമ്പർ, ഏറ്റവും വലിയ നമ്പറിനെ കണ്ടുപിടിച്ചിട്ട് അതിനെ നമ്മൾ മൈൻഡിൽ അങ്ങ് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ സേഫാണ്. സോ നമുക്ക് അടുത്ത നമ്പർ മാത്രം നമ്മുടെ ഫിംഗേഴ്സിൽ എടുക്കുക. ആഫ്റ്റർ ദാറ്റ് നമ്പർ, ആ നമ്പർ മൈൻഡിൽ വെച്ചിരിക്കുന്ന നമ്പർ കഴിഞ്ഞതിന് ശേഷം വരുന്ന ഫിംഗേഴ്സ് അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് പോകാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്താണ്, വാട്ട് ഈസ് അഡീഷൻ, അഡീഷൻ എന്താണെന്നുള്ളതാണ്, അഡീഷൻ്റെ ഡെഫിനേഷൻ എന്താണ്, അഡീഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന സൈൻ എന്താണ്, പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്, ഒരു 2 ഡിജിറ്റ് നമ്പറിനെ ഒരു സിംഗിൾ ഡിജിറ്റ് നമ്പറുമായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ അനദർ 2 ഡിജിറ്റ് നമ്പറുമായിട്ട് നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സോ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ബാക്കി പോർഷൻ അഡീഷൻ്റെ തന്നെ നമുക്കിനി 3 ഡിജിറ്റ് നമ്പറിൻ്റെ 4 ഡിജിറ്റ് നമ്പറിൻ്റെ ഒക്കെ അഡീഷൻ ഉണ്ട്. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഭാഗം പഠിക്കുന്നതായിരിക്കും. സോ അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ആൻഡ് ബൈ ബൈ.